ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരി. അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. 200 ഗ്രാം ചിക്കനിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇവയെല്ലാം മിക്സാക്കി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കനിട്ട് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ വെള്ളം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഒരു പാനിൽ അല്പം നെയ്യിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അതേ പാനിൽ 2 സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് സബോള വാട്ടിയെടുക്കാം. നമുക്ക് സബോള നന്നായി വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം കൂട്ടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി ഒരു പിടി മല്ലിയില ഇട്ട് നന്നായി മിക്സാക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്കുള്ള ദോശ ഉണ്ടാക്കാം. 1.5 കപ്പ് മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 മുട്ട, അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഇനി ഒരു പാൻ വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ട ഉടച്ചൊഴിച്ച് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി മിക്സായതിന് ശേഷം അല്പം പാലൊഴിച്ച് നന്നായി മിക്സാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ എടുത്ത് അതിലേക്ക് അല്പം നെയ്യ് പുരട്ടി മിക്സിലേക്ക് മുക്കി ഒരേ ദോശകൾ വെച്ച് കൊടുത്ത് അതിലേക്ക് ചിക്കൻ പൊരിച്ചതും അണ്ടിപ്പരിപ്പും ഇട്ട് ഒരേ ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ബാക്കി വരുന്ന മുട്ട ഇതിലേക്ക് സൈഡിലാക്കി ഒഴിച്ചു കൊടുക്കുക. അത് നമുക്കിനി ബിരിയാണി പോട്ടിലേക്ക് ഇറക്കി വയ്ക്കാം. 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒരു പുറം വെന്ത് വന്നിട്ടുണ്ട്. മറ്റേ പുറം ഒരു ഫ്രൈ പാനിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ബൈ.